ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറ്റിക്കല്ല, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. ഓക്കെ റൈറ്റ്. എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 വിദ്യാർത്ഥികളുടെ ലാബ് എക്സാം ജനുവരി 22, 2024 സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് സർക്കുലർ പ്രകാരം ഉറപ്പായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അയ്യോ പ്രാക്ടിക്കൽ എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും സിമ്പിൾ സാധനമായിരിക്കും പ്രാക്ടിക്കൽ. ആൻഡ് നിങ്ങൾ വെക്കേഷനൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്തത് അത് അതേപോലെ നടക്കട്ടെ. വെക്കേഷന് ശേഷം 2024 മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ പ്രാക്ടിക്കൽ വീഡിയോസ് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമ്മളത് ഒരുമിച്ച് കാണും, ഒരുമിച്ച് ചെയ്യും. ഫുൾ മാർക്ക് തന്നെ പ്രാക്ടിക്കൽസിന് നിങ്ങൾ നേടുകയും ചെയ്യും. കൂടെ എന്നും ഉണ്ടാവും എജ്യൂപോഡ്. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ട്വിസ്റ്റാണ്. എൻ്റെ ഒരു ചെറിയ പ്രഡിക്ഷൻ നടത്താണ്. ഇപ്പോൾ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ളത്. എന്താ പറയുക, പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ എക്സാം മാറ്റി വെക്കും കേട്ടോ. പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 1 ശേഷമായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെ നമ്മളുടെ JEE മെയിൻസിൻ്റെ ഫസ്റ്റ് ഫേസ് നടക്കാൻ പോകണം. ഒരു കാരണവശാലും കേരളത്തിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് JEE മാറ്റി വെക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് സംബന്ധിച്ച് ഇത് മാറ്റി. ഞാൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പല സ്കൂളെ കുട്ടികൾ, നിങ്ങൾ ഒരു സ്കൂളാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ കുറച്ച് കുട്ടികൾക്ക് 24, കുറച്ച് 26 ആ രീതിയിലാണ് ഡേറ്റ് വരിക. അപ്പോൾ ഒരിക്കലും ആ ഡേറ്റിൻ്റെ ഇടയ്ക്ക് ലാബ് എക്സാം നടത്താൻ സാധ്യതയില്ല. മാറ്റി വെക്കുമെന്നാണ് എൻ്റെ ഒരു കുഞ്ഞു പ്രഡിക്ഷൻ. പക്ഷേ മാറ്റി വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ മര്യാദയ്ക്ക് പഠിച്ച് സെറ്റായി നിൽക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാറ്റി വെക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ സർക്കാരിനെ കുറിച്ച് കരുതുന്നത് എന്നുള്ളത്. ശരി, ബൈ.